ചികിത്സാ പിഴവെന്നാരോപിച്ച് ഡോക്ടർക്ക് നേരെ സ്ത്രീ സംഘത്തിന്റെ മർദ്ദനം. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിനി ജലീലിനെ സ്വകാര്യ ക്ലിനിക്കിൽ വെച്ചാണ് ഒരു സംഘം സ്ത്രീകൾ ചേർന്ന് മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്ന സ്വകാര്യ ക്ലിനിക്കിലെ പരിശോധനാ മുറിയിൽ വെച്ചായിരുന്നു ആരോഗ്യമേഖലയെ ഞെട്ടിച്ച സംഭവം അരങ്ങേറിയത്. മർദ്ദനത്തിൽ പരിക്കേറ്റ ഡോക്ടറെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 4 സ്ത്രീകൾക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. നേരത്തെ ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തിനായി പ്രവേശിപ്പിച്ച ഒരു യുവതിയുടെ നില ഗുരുതരമായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ചികിത്സയിലിരിക്കെ യുവതി മരണപ്പെട്ടു. ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ ചികിത്സാ പിഴവാണ് മരണത്തിന് കാരണമായതെന്ന് ആരോപിച്ചാണ് യുവതിയുടെ ബന്ധുക്കളായ സ്ത്രീകൾ ക്ലിനിക്കിലെത്തി ഡോക്ടറെ ആക്രമിച്ചത്. സംഘർഷത്തിനിടെ ക്ലിനിക്കിലുണ്ടായിരുന്ന അജിത, അശ്വതി എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധവുമായി ഡോക്ടർമാരുടെ സംഘടനകൾ രംഗത്തെത്തി. ചികിത്സാപരമായ പരാതികളുണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടുന്നതിന് പകരം ഡോക്ടർമാരെ കായികമായി നേരിടുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് KGMOA വ്യക്തമാക്കി. ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഡോക്ടർമാരുടെ സുരക്ഷ സർക്കാർ ഉറപ്പാക്കണമെന്നും സംഘടന കൂട്ടിച്ചേർത്തു. സംഭവത്തിൽ പെരിന്തൽമണ്ണ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മരണപ്പെട്ട യുവതിയുടെ ചികിത്സാ രേഖകൾ പോലീസ് വിശദമായി പരിശോധിക്കും. ഡോക്ടറെ ആക്രമിച്ചവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞു. എന്താ സംഭവം ഉണ്ടായി? 4 സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കാണിക്കാനാണ്. ഞാൻ അവിടുത്തെ സ്റ്റാഫാണ്. നമുക്ക് ഫാർമസിയിലാണ് വർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് ഈ 4 ആൾക്കാർ വന്ന് OP എടുത്തു. ഫീസ് 300 രൂപ ഫീസൊക്കെ അടിച്ചിട്ടാണ് അവര് ഡോക്ടറിന്റെ റൂമിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ചേച്ചി ഉണ്ട്, വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സംഭവം തുടങ്ങിയ ശേഷമാണ് പോയിക്കണത് തന്നെ. ആ സമയത്ത് ഈ ചേച്ചി അകത്ത് പെട്ടിട്ടുണ്ടായിരുന്നു. അവര് ഓൾറെഡി ഡോർ ലോക്ക് ചെയ്തിട്ടാണ് ആദ്യം ഡോക്ടറെ ആക്കിയതുണ്ടായിരുന്നത്. ആ സമയത്ത് ഇവർ തള്ളിയിട്ട് കുറെ നേരം തള്ളിയപ്പോഴാണ് അവർ തുറന്നത്. അതിനുശേഷം ഈ ചേച്ചി കയറി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോയത്. അപ്പൊ അവര് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ലോക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അകത്ത് കയറിയപ്പോഴത്തേക്ക് അവര് എന്നെ തള്ളി. അതിനുശേഷം ഈ ചേച്ചി പറഞ്ഞു, ഇത് ഇവിടുന്ന് പോയിക്കോ, ഞാൻ ഒന്നാമത് പ്രഗ്നന്റ് ആയതുകൊണ്ടാണ്, 9 മാസം ആയിക്കണം. അപ്പോൾ ആ സമയത്ത് അവര് എന്നോട് പറഞ്ഞു, ചേച്ചി പുറത്ത് പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ കൊല്ലൂടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വർത്താനത്തിലൂടെ അവര് എന്റെ അടുത്തേക്ക് വന്നു എന്നെ തള്ളുകയും പിന്നെ ആ ചേച്ചി എന്നോട് പറഞ്ഞു പുറത്ത് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് പോയി. നല്ല ആക്രമിച്ചോ ഡോക്ടറെ? നന്നായിട്ട് ആക്രമിച്ചിട്ടുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ നല്ല ഉപദ്രവിക്കുകയായിരുന്നു. മേഡത്തിന് നിലത്തേട്ട് മുടി പിടിച്ച് വലിക്കുകയും തല്ലൊക്കെ ആയിരുന്നു. 3 പേരും നല്ല ഒരാൾ പിടിച്ചു കൊടുക്കും, മുടി പിടിച്ച് വലിക്കുകയായിരുന്നു. ഞാൻ ചെന്ന് മാറ്റാൻ നോക്കിയപ്പോൾ അവരെന്നെ ഉപദ്രവിച്ചു. കോളറിങ്ങനെ പിടിച്ച് തള്ളി മാറ്റി. പിന്നെ അതുപോലെ ഞാൻ ഒച്ചയിട്ടപ്പോൾ വായ പൊത്തി. പിന്നെയാണ് ഞാൻ അവിടെ തുറക്കാൻ തുടങ്ങിയപ്പോൾ അവർ ലോക്ക് ചെയ്തിരുന്നു. തുറക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ ഞാൻ വേഗം ജനലിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ആള് ആ സമയത്താണ് ഈ അശ്വതി വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പെരിന്തൽമണ്ണ ഘടകം കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അത് 2 കൂട്ടരും കൂടി ചേർന്നുകൊണ്ട് നാളെ മുതൽ ശക്തമായ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യത്തില് അതായത് തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കും ആരോഗ്യ സ്ഥാപനങ്ങൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വളരെയധികം ആശങ്ക രേഖപ്പെടുത്തുന്നു. ഇത്തരം ആക്രമണങ്ങൾക്ക് നമ്മൾ വേണ്ട രീതിയിലുള്ള പോലീസിന്റെ ഭാഗത്തുനിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും കൃത്യമായിട്ടുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടായില്ലെങ്കിൽ വളരെ ശക്തമായ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തീരുമാനിക്കുന്നത്. ഈ ചാനൽ പെരിന്തൽമണ്ണ.